ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ വണ്ടർ റേറ്റഡ് ആയിട്ട് വന്ന് അണ്ടർ റേറ്റഡ് ആയി പോയ ഒരു 5 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. അതായത് അധികം ആരും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു 5 സിനിമകളാണ്. അഥവാ കണ്ടവരുണ്ടെങ്കിൽ പോലും ഈ സിനിമകൾ എങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറയാൻ പോകുന്ന 5 സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഏതാണ് ആ 5 ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. തമിഴിൽ ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പഞ്ചാക്ഷരം. പഞ്ചാക്ഷരം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 5 ഫ്രണ്ട്സ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു പുസ്തകം വായിക്കുകയാണ്, ഒരു ഈഗിൾ ബുക്ക്, അതായത് തന്റെ ഭാവിയെ പറ്റി പ്രവചിക്കുന്ന ഒരു ബുക്ക് വായിക്കുകയാണ്. അങ്ങനെ ആ ബുക്ക് വായിച്ച ശേഷം ഈ 5 വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിന്റെ കഥയുടെ ഒരു പ്ലോട്ട്. അതായത് ഓരോരുത്തരുടെയും പിന്നെയുള്ള ജീവിതത്തിൽ ആ പുസ്തകവുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉള്ള ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് പഞ്ചാക്ഷരം എന്ന ഈ ഒരു ചിത്രം. അപ്പൊ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.7 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കാം. இதுவரைக்கும் 4 பொண்ணுங்க அந்த ஹைவேல கடத்தப்பட்டிருக்காங்க. 2018 തമിഴിൽ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് വഞ്ചകർ ഉലകം. വഞ്ചകർ ഉലകം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ശ്യാം എന്നൊരു ചെറുപ്പക്കാരൻ രാവിലെ ഉറങ്ങി എണീക്കുകയാണ്. അവനെ ഉണർത്തുന്നത് മറ്റാരുമല്ല, പോലീസുകാരാണ്. സംഭവം വേറെ ഒന്നുമല്ല, ഈ ശ്യാം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ ഒരു പെണ്ണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ശ്യാമിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ശ്യാമിനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല തലേ ദിവസം എന്താണ് സംഭവിച്ചത്. കാരണം അവൻ അധികമായി മദ്യപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകവുമായി യാതൊരുവിധ ബന്ധവും ശ്യാമിനില്ല. പിന്നെ ആരാണ് ഈ കൊലയാളി, ആരാണ് ഈ കൊല ചെയ്തത് എന്നൊക്കെ തെളിയിക്കുന്ന വളരെ ഗംഭീരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ് ഈ ഒരു വഞ്ചകർ ഉലകം എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ പോയി ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.1 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമായി നോക്കാം. உங்க வைஃப் யாரோ கழுத்தை நெரிச்சு கொண்டிருக்காங்க. 2014 തമിഴിൽ ഒരു മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സരഭം. സരഭം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു കമ്പനിയിലെ MDയുടെ മകളും ഈ ഹീറോയും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതായത് ഈ മകളെ തട്ടിക്കൊണ്ടുപോയി അച്ഛന്റെ കയ്യിൽ നിന്നും MDയുടെ കയ്യിൽ നിന്നും കുറെ കാശ് വാങ്ങാമെന്നൊക്കെ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അങ്ങനെ പ്ലാൻ പ്രകാരം കാര്യങ്ങളെല്ലാം സക്സസ് ആവുന്നു, കാശ് അടിച്ചു മാറ്റുന്നു. ശേഷം ഈ ഹീറോയിൻ മടങ്ങി പോവുകയാണ്. അടുത്ത ദിവസം നമ്മുടെ ഹീറോ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ന്യൂസ് ആണ്. അതായത് ഈ ഹീറോയിൻ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. എന്താണ് സംഭവം, ഏതാണ് സംഭവം, എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്നൊക്കെ അറിയാതെ ഹീറോ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. തുടർന്ന് നടക്കുന്ന ഗംഭീരമായ അന്വേഷണങ്ങളാണ് സരഭം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, അത് ഒറ്റത്തവണയൊക്കെ നമുക്ക് ബോറില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്റെ ടെലഗ്രാം ചാനൽ പോയി ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.1 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമെന്ന് നോക്കാം. அவ்வளோ காசு வச்சு என்ன பண்ண போற? என்ன பண்ணுவேனா? 2019 തമിഴിൽ ഒരു ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കളവ്. കളവ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നൈറ്റ് ഷോ കഴിഞ്ഞ് ബൈക്കിൽ ട്രിപ്പിൾസ് അടിച്ചു വരുന്ന 3 ചെറുപ്പക്കാരെ പോലീസുകാർ ചെയിൻ സ്നാച്ചിങ് കേസിന് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷം തലേ ദിവസം നടന്ന ശ്രുതി എന്നൊരു പെൺകുട്ടിയുടെ കൊലപാതക കേസ് കൂടി ഇവരുടെ തലയിൽ വെച്ച് ചുമത്താനായി പോലീസുകാർ ശ്രമിക്കുന്നു. ശേഷം നടക്കുന്ന ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് ആണ് സിനിമയുടെ ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഗംഭീര ത്രില്ലർ മൂവി തന്നെയാണ് കളവ് എന്ന ഈ ഒരു ചിത്രം. വളരെ അണ്ടർ റേറ്റഡ് ആയി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 7.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമായിരുന്നു. 3 பேரை பார்த்தங்க. அதுல ஒருத்த ஹெல்மெட் போட்டுதான் 2 பேர் மூஞ்சில கர்ச்சீப் கட்டிருந்ததுங்க. போலீஸ்ரா. 2017 തമിഴിൽ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കൊരങ്ക് ബൊമ്മൈ. കൊരങ്ക് ബൊമ്മ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥ വളരെ ചെറിയൊരു ത്രെഡ് തന്നെയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഹീറോ ഒരു ക്യാബ് ഡ്രൈവറാണ്. ഹീറോയുടെ അച്ഛൻ ഒരു ദിവസം തെരുവിൽ നിന്നും ഒരു കൊരങ്ക് ബൊമ്മ ബാഗ് കളഞ്ഞു കിട്ടുകയാണ്. തുടർന്ന് ആ ബാഗുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന അതിഗംഭീരമായ ത്രില്ലിംഗ് സംഭവങ്ങൾ തന്നെയാണ് കൊരങ്ക് ബൊമ്മ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. അസാധ്യമായി വളരെയധികം ഗംഭീരമായി ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. അത്രത്തോളം ഗംഭീരമായ ചിത്രം തന്നെയാണ്. 7.9 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. இன்னும் 1 ஹவர்ல குரங்கு பேக்கு என் கைக்கு வந்து சேரல, உன் குடும்பத்துல ஒருத்தன் கூட உயிரோட இருக்க மாட்டீங்க.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയ തമിഴിൽ ഇറങ്ങിയ 5 ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ ബൈ.